ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരൻസിൻ്റെ, പ്രത്യേകിച്ച് ആരോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്, അപ്പനല്ല അമ്മയുടെ ആബ്സൻസ് അവനെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കും, കരയും. ആ അപ്പനല്ലെങ്കിൽ അമ്മ ഇല്ലെങ്കിൽ കൊച്ചു ഫുള്ള് ഒരു കെയോസിലാണ്. ഈ ബന്ധം നിനക്ക് ദൈവമായിട്ടുണ്ടാകണം. എന്നാലാണ് നിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കൃപയിൽ ജീവിക്കാൻ നിനക്ക് സാധിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചൊരു മാർഗ്ഗമാണ് ഇത്. നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒരു അസുഖം, ഒരു മോശമായിട്ടൊക്കെ തോന്നാം പല കാര്യങ്ങളും. പക്ഷേ ദൈവം വളരെ 100 എനർജിയിൽ ഓടിക്കൊണ്ടിരുന്ന എന്നെ കർത്താവ് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് മോനെ ഇത് മാത്രമല്ല ലൈഫ്, വേറൊരു ലൈഫുണ്ടെന്ന് നിനക്ക് തിരിച്ചറിയാൻ വേണ്ടി എന്നെ നയിച്ചു. പിന്നെ ഈ ദൈവമായിട്ടുള്ള ബന്ധം എന്നെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. അത് പലതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലുപരി ഒത്തിരി കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ. അപ്പം അതപ്പോൾ ഈ ജോബ് പറയുന്ന പോലെ എല്ലാം കർത്താവ് തന്നെ, എനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കർത്താവിൻ്റെ സിമ്പിൾ ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ഇപ്പം സ്വീകരിക്കാൻ എനിക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു യോഗ്യതയില്ല. ആരോഗ്യം കർത്താവിൻ്റെ ഗിഫ്റ്റ്, എൻ്റെ കഴിവ്, എൻ്റെ അവയവങ്ങൾ, അല്ല എൻ്റെ സമയം. പിന്നെ ഞാൻ ദൈവവിളി, അതായത് സന്യാസ പൗരോഹിത്യത്തിലേക്ക് ഞാൻ വിളിക്കപ്പെട്ട് സന്യാസ പുരോഹിതനായിട്ട് ഞാൻ ജീവിക്കുന്നത്. അത് എൻ്റെയോ എൻ്റെ മാതാപിതാക്കളുടെയോ കുടുംബത്തിൻ്റെയോ എന്തെങ്കിലും മഹത്വം കൊണ്ടല്ല. കർത്താവ് സിമ്പിളി എന്നെ സ്നേഹിച്ചു. ഒറ്റ വാക്ക് ഇതിനെക്കുറിച്ച്, നീ നിൻ്റെ ദൈവത്തിൻ്റെ പരിപാലനയാണ് ജീവിക്കുന്നത്, ദൈവം പറയുന്ന ചിന്തിക്കേണ്ടത്, സംസാരിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടതെന്ന് ചിന്തിച്ച് നിൻ്റെ ലൈഫ് വളരെ ഈസിയായി.